ഭാസ്കറും തമ്മിലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. വസുവിനും അഭിക്കും ഇടയിൽ ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല. രണ്ടുപേരും നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നത്തെ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിന് നല്ല വിഷമമുണ്ട് ജയന്തി. രണ്ടുപേരും തമ്മിൽ നടക്കാൻ പാടില്ലാത്തത് എന്തോ നടന്നതുപോലെ തോന്നുന്നു. അതിന് ഞാനെന്ത് ചെയ്യാനാ? ഒരുപക്ഷെ ആ വഴക്ക് ആ പണത്തെ പറ്റിയാണെങ്കിലോ? ഏത് പണത്തിന് വേണ്ടി? അത് തന്നെ, വാസു നിനക്ക് 2 ആഴ്ചക്കകത്ത് തരാമെന്നേറ്റ ആ 50,000 രൂപ. ആ, അത് കൊള്ളാം. അവിടെയും ചുറ്റി ഇവിടെയും ചുറ്റി അവസാനം തെറ്റ് എന്റേത് മാത്രം ആക്കുവാണോ? അല്ലല്ല, ഞാൻ നിന്നെ തെറ്റു പറഞ്ഞതല്ല. അന്ന് നീ ആ സാരിയുടെ പ്രശ്നത്തില് അങ്ങനെ നടക്കാൻ പാടില്ലെന്നായിരുന്നു പറഞ്ഞത്. നീ ഉണ്ണിയെ വഴക്ക് പറഞ്ഞപ്പോ വസുവിന്റെ ആ അമ്മ മനസ്സ് വേദനിച്ചു പോയി. അതുപോലെ സുമംഗലിയുടെ ആക്ഷേപങ്ങൾ വസുവിന് താങ്ങാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ പണം തരാമെന്നേറ്റത്. ഞാൻ ഏട്ടനോട് അന്നേ പറഞ്ഞതാ, നടന്ന തെറ്റിന് വഴക്ക് പറഞ്ഞു എന്നല്ലാതെ പൈസ ചോദിച്ചിട്ടില്ലെന്ന്. അവളാ തരാന്ന് പറഞ്ഞേ. തന്നില്ലെങ്കിൽ എന്ത് ശിക്ഷ സ്വീകരിക്കാന്നും അവള് പറഞ്ഞു. ഇതിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ആ വഴക്ക് കാരണം തന്നെയാ ഇപ്പൊ വസുവിനും അഭിക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നേ. അങ്ങനെ എന്തേലും ഉണ്ടെ അവര് സോൾവ് ചെയ്തോളൂ. അതിന് നിങ്ങളും ഞാനും എന്തിനു വേവലാതിപ്പെടണം? ഈ വീട്ടിൽ മുതിർന്നവരായി ഞാനും നീയും ജീവിക്കുന്നത് എന്തിനാ ജയന്തി? കുട്ടികൾക്കൊരു പ്രശ്നം വന്നാൽ അത് തീർക്കാൻ വേണ്ടിയല്ലേ? നമ്മുടെ മകനും മരുമകളും മുഖം തിരിച്ച് നടക്കുമ്പോ നമ്മളത് കണ്ടില്ല എന്ന് വെച്ച് നടക്കണോ? ഇപ്പൊ അതിന് എന്ത് ചെയ്യണമെന്നാ? ഇത്രയും പേര് ജീവിക്കുന്ന ഈ കുടുംബത്തില് 2 പേര് മാത്രം വഴക്കിടുന്നത് ഈ കുടുംബത്തിന്റെ നല്ലതിനാവില്ല ജയന്തി. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുമ്പോഴേ ആ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാവൂ. എന്താന്ന് വെച്ചാ നേരിട്ട് പറഞ്ഞോളൂ. നാളെ തന്നെ നമുക്ക് അഭിയോടും വസുവിനോടും സംസാരിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വഴക്കധികമായി അവർ തമ്മിലുള്ള അകലം കൂടുന്നതിന് മുമ്പ് നമ്മൾ അവരെ ചേർത്ത് നിർത്തുന്നത് നന്നായിരിക്കും. അത് നമ്മുടെ കടമയുമാണ്. ശരി ഏട്ടാ, ഞാൻ ആലോചിക്കാം. പ്രശ്നം ആ പണത്തെ പറ്റിയാണെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഏട്ടൻ ഇത്രയും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കുകയാണെന്ന് എനിക്കറിയാം.
എത്രയും പെട്ടെന്ന് ലക്ഷ്യം കണ്ടെത്തി ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ തീർത്തു തരണേ ദൈവമേ. കോഫി വേണോ അമ്മേ? 2 മിനിറ്റ്, ഇപ്പൊ കൊണ്ടുവരാം. നിൽക്ക്. എന്താ അമ്മേ? നിനക്കും അബിക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വഴക്കോ? ഞങ്ങൾക്കിടയിൽ എന്ത് വഴക്കുണ്ടാവാനാ? വഴക്കൊന്നുമില്ല, ഞങ്ങൾക്കിടയിൽ കുഴപ്പമൊന്നുമില്ല. ശരിക്കും നിങ്ങൾ ഹാപ്പിയാണോ? അയ്യോ, അമ്മയോട് എന്തിനാ ഞാൻ കള്ളം പറയുന്നേ? തീർച്ചയായിട്ടും എന്തോ ഒരു വഴക്ക് നടന്നിട്ടുണ്ട്. വസു പറയുന്നത് കള്ളമാ. ഇന്നലെ രാത്രി അബി ശരിക്ക് ഭക്ഷണം കഴിച്ചില്ല. നീ ഒന്നും കഴിച്ചില്ല. നിങ്ങളെ ഓർത്ത് ഞാനും നിന്റെ അമ്മാവനും വിഷമിച്ചിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അമ്മയോടല്ലാതെ വേറെ ആരോടാ ഞാൻ പോയി പറയാ? ഒന്നുമില്ല. എന്തോ ഉണ്ട്. വസു അത് മറച്ചു വെക്കുക. ഒന്നുമില്ലെങ്കിൽ പിന്നെ രാത്രി നിങ്ങൾ രണ്ടും എന്താ പരസ്പരം മിണ്ടാതിരുന്നേ? ഏട്ടൻ ഓഫീസിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ടയർഡായിട്ടാ വന്നേ. വീട്ടിലെ ജോലി ചെയ്ത് ഞാനും ടയർഡായി പോയി. അത്രേ ഉള്ളൂ അമ്മേ. അതെ ഏട്ടാ, ഇത്ര പെട്ടെന്ന് ഓഫീസിലേക്ക് പോവാണോ? ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കഴിച്ചിട്ട് പോയേട്ടാ. അർജന്റായിട്ട് പോണോ? കഴിച്ചിട്ട് പോയിക്കൂടെ അബി? ഇല്ലമ്മേ, ചിലപ്പോൾ ലേറ്റ് ആയി പോകും. ഓഫീസിൽ ചെന്നിട്ട് കഴിക്കാം. എന്ത് തിരക്കുള്ള ജോലിയായിരുന്നാലും ശരി, മറക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ഏട്ടാ. ഞാൻ ഫോൺ ചെയ്ത് ഏട്ടനെ ഓർമ്മപ്പെടുത്താം, കേട്ടല്ലോ? ബൈ ഏട്ടാ. നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും. തുളസിത്തറയിലെ പൂജ കഴിഞ്ഞു ചേച്ചി. ഇന്ന് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു. അതുകൊണ്ടാ ഞാൻ. നിനക്കും അബിക്കിടയിൽ എന്താ ഉണ്ടായത് വസു? എന്താ ഇത് ചേച്ചിയും അത് തന്നെയാണല്ലോ ചോദിക്കുന്നത്? വഴക്കൊന്നും ഇല്ല ചേച്ചി. അമ്മയോട് പറഞ്ഞത് തന്നെ എന്നോടും പറയാതെ. നിന്റെ ഈ ചിരി കണ്ടാൽ അറിയാം. നിന്റെ മുഖത്തൊരു തെളിച്ചോ ഇല്ല. കള്ളം പറഞ്ഞ് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതെ ചേച്ചി, ഇന്നലെ രാത്രി മുതലേ അഭിനയിച്ചുകൊണ്ടിരിക്കുക. എന്ത് പറ്റി വസു? ഏട്ടൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി. പക്ഷേ ഏട്ടൻ എടുക്കുന്ന തീരുമാനത്തോടെ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് 50,000 രൂപ ഞാൻ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ ഉദ്ദേശം നല്ലതാ വസു. എന്നുവെച്ച് അബിയെ ഒരുപാട് വേദനിപ്പിക്കരുത്. നീ ആ 50,000 രൂപ ഉണ്ടാക്കുന്നത് വരെ അബിയുടെ മനസ്സ് നിന്നെക്കുറിച്ചോർത്ത് വിഷമിക്കും. ഭാര്യ കഷ്ടപ്പെടുന്നത് കണ്ട ഒരു ഭർത്താവിന് അതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് നീ പറയേ. അബി ദേഷ്യപ്പെടുന്നതിൽ ഒരു കാര്യമുണ്ട്. അറിയാം ചേച്ചി. അതുകൊണ്ടാ പെട്ടെന്ന് തന്നെ കാശ് തയ്യാറാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ കഷ്ടതയിൽ നിന്നും ഏട്ടനെ രക്ഷിക്കണം ചേച്ചി. എനിക്ക് അത് തീർക്കാൻ നോക്ക് വസു. ഞാൻ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് പേടിച്ചു പോയി.
എത്രയും വേഗം നീ നിന്റെ ലക്ഷ്യത്തിലെത്തി അബിയെ നീ സന്തോഷിപ്പിക്കണം. ഇവളെന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യെസ്, ഇങ്ങനെ ചെയ്താ മാസത്തില് ലക്ഷക്കണക്കിന് സമ്പാദിക്കാൻ കഴിയും. അഖിൽ, എന്തു പറ്റി? നിനക്കെന്താ പെട്ടെന്ന് ഇക്കള് വരുന്നേ? ഒരിക്കലും നടക്കാത്ത ന്യൂസ് ഒക്കെ കേട്ട ഇക്കള് വരാതെ പിന്നെ എന്താ അടി വരുന്നത്? കേൾക്കാൻ പാടില്ലാത്ത ഷോക്കിംഗ് ന്യൂസ് ഇപ്പൊ എന്താ കേട്ടത്? നീ അല്ലടി ഇപ്പൊ പറഞ്ഞത് ഒരു മാസം ലക്ഷത്തിന് മേലെ ലക്ഷം സമ്പാദിക്കാൻ പറ്റുമെന്ന്. ആ? എന്താ തമാശയാണോ? അല്ലാണ്ട് പിന്നെ ഹലോ, അനാഥാലയത്തിൽ വളർന്ന് തട്ടിമുട്ടി എന്തൊക്കെയോ പഠിച്ച് നഴ്സറിയില് ചെടി വളർത്തി വിറ്റിരുന്ന ഈ വസുവേട്ടത്തിക്ക് പൈസ സമ്പാദിക്കാമെങ്കിൽ കോടീശ്വരിയുടെ വീട്ടിൽ ജനിച്ചു വളർന്ന് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്ത് കോളേജിലെ യൂത്ത് ഐക്കൺ എന്ന പേര് വാങ്ങിയ ദ ഗ്രേറ്റ് കാർത്തികയെ കൊണ്ട് സമ്പാദിക്കാനാകില്ലേ? എന്തേത് സമ്പാദിക്കുന്ന? ഞാനൊരു മൾട്ടിപ്പിൾ ടാലന്റഡ് പേഴ്സൺ ആണ്. നീ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, അല്ലാതെ ടാലന്റ് ഒന്നുമില്ല. ആവശ്യമില്ലാതെ ടാലന്റ് നിന്നെ അപമാനിക്കരുത്. ആ, ആ, നീ എന്നെ അപമാനിക്കണ്ട. നിന്റെ ഉള്ളിൽ എന്ത് ടാലന്റാ ഉള്ളത്? ഒരു ടാലന്റ് പറയും. ഞാനൊരു വലിയ സിംഗറാണ്, അറിയാമോ? അമ്പോ, അയ്യാ. ഞാനൊരു സോങ് പാടി പ്രൈവറ്റ് ആൽബം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടും, കോടിക്കണക്കിന് ലൈക്സ് കിട്ടും. വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും എന്റെ ഡേറ്റിന് വേണ്ടി ക്യൂ നിൽക്കും. പണം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഓഹോ, അങ്ങനെയാണോ? ശരി, ഒരു പാട്ട് പാടിയേ. ടെസ്റ്റിംഗ് ആണോ? എന്നാ കേട്ടോ. എന്തേ കണ്ണനിത്ര കറുപ്പ് നിറം, എന്തേ കണ്ണനിത്ര കറുപ്പ് നിറം, കാളന്തിയിൽ കുളിച്ചതിനാലോ കാളിയനെ കൊന്നതിനാണോ, ശ്യാമരാധി ചൊല്ലു നീ ചുടുചുംബനമേറ്റതിനാലോ, എന്തേ കണ്ണനിത്ര കറുപ്പ് നിറം, എന്തേ കണ്ണനിത്ര കറുപ്പ് നിറം. എങ്ങനെയുണ്ട് എന്റെ സ്വീറ്റ് വോയിസ്? അപ്പോ സൂപ്പർ. ഒരു മിനിറ്റ്. എന്തേ കണ്ണനിത്ര കറുപ്പ് നിറം, എന്തേ കണ്ണനിത്ര കറുപ്പ് നിറം, കാളന്തിയിൽ കുളിച്ചതിനാലോ കാളിയനെ കൊന്നതിനാണോ, ശ്യാമരാധി ചൊല്ലു നീ. സ്റ്റോപ്പ് ഇറ്റ് അഖിൽ, സ്റ്റോപ്പ് ഇറ്റ്. അയ്യയ്യേ, ഇത്രയും വൃത്തികേടായി, ഇത്രയും അപസ്വരത്തിൽ, ഇത്രയും കർണ കഠോരമായി പാടിയത് ആരാ? നീ തന്നെടി. നിന്റെ വോയിസ് നിനക്കേ പിടിക്കുന്നില്ല. കേട്ടപ്പോ തന്നെ നീ കാത് പൊത്തിപ്പിടിച്ചു. പിന്നെ ആൾക്കാർ എങ്ങനെ കേൾക്കാനടി? വീട് തേടി വന്ന് കല്ലുകൊണ്ട് എറിയും നിന്നെ. എനിക്ക് പാട്ട് അറിയില്ലെങ്കിൽ എന്താ, നന്നായിട്ട് ഡാൻസ് അറിയാലോ. ഞാനൊരു നല്ല ഡാൻസറാണ്. ഓഹോ, നിനക്ക് വേണ്ടി ഇപ്പൊ കൊറിയോഗ്രാഫേഴ്സ് ക്യൂ നിൽക്കായിരിക്കും. ഞാനൊരു സ്റ്റെപ്പ് ഇട്ട് അയ്യോ, കാണിക്കട്ടെ? വേണ്ട പൊന്നെ, വേണ്ട. നിന്റെ പാട്ട് കേട്ട് തന്നെ എന്റെ ചെവിക്കല്ല അടിച്ചു പോയിരിക്ക. ഇനി നിന്റെ ഡാൻസും കൂടി കണ്ട എന്റെ കണ്ണും അടിച്ചു പോവും. എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ അഖിൽ, എൻകറേജ് ചെയ്യാ. പുലിയുടെ അടുത്ത് കിടന്ന് പൂച്ച ചൂട് മാറ്റിയെന്ന് പണ്ടൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. നിനക്കറിയോ? വസു എടുത്തോട് നീ മത്സരിക്കുന്നത് അതുപോലെ തന്നെയാടി. നിനക്കൊരിക്കലും വസു എടുത്ത് തോൽപ്പിക്കാൻ പറ്റില്ല.
വസുവേടത്തെ തോൽപ്പിച്ച് മുന്നേറാന്ന് വിചാരിക്കുകയും വേണ്ട. പറ്റുമെങ്കിൽ കുറച്ച് ഉയരം കൂട്ടാൻ നോക്ക്. ആന്റി, ആന്റി, എന്താ ആന്റി ഇത്? എന്താലോചിച്ച് കഴിച്ചോണ്ടിരിക്കുക? ആ വസുവിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കില്ലേ? അവൾ ഓൺലൈനില് ഇരുന്നോളൂ, അപ്പൊ പിന്നെ തോക്കുമല്ലോ. നീ പറഞ്ഞത് കറക്റ്റാ. പക്ഷെ ഈ ഐഡിയ എന്താ എനിക്ക് തോന്നാഞ്ഞേ? ശരി വാ, നിന്റെ അമ്മായിയുടെ അടുത്ത് നമുക്ക് കുറച്ചില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കാം. വാ 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 വാ. എടുത്തി ഈ കറിയൊന്ന് വിളമ്പോ. അയ്യോ, വെള്ളം കുടിക്കേട്ടാ. വേണ്ട. അയ്യോ എട്ടി, എങ്ങനെയാ അമ്മേ വഴക്കുണ്ടാകാതിരിക്കുക? ഉണ്ടായല്ലേ പറ്റൂ. വസുവേട്ടത്തി പന്തയത്തിൽ ജയിക്കുന്നതിന് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അഭിയേട്ടന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലെന്ന് തോന്നുന്നു. അതെ എടുത്തി, അനുവും കീർത്തിയും ഭാഗ്യത്തിന് അവരുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നോക്കാൻ ആളില്ലാതെ കുട്ടികളാകെ വശം കെട്ടേനെ. പാവം അഭിയേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിൽ വർക്ക് ചെയ്ത് ടയർഡ് ആയിട്ടാ വരുന്നേ. പക്ഷെ വസുവേട്ടത്തി അഭിയേട്ടനെ തീരെ ശ്രദ്ധിക്കാതെ ഇനി എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് അഭിയേട്ടനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കഷ്ടപ്പെട്ടാലും വീട്ടില് സമാധാനം ഇല്ലെങ്കിൽ ഏത് ആണുങ്ങളുടേതായാലും മനസ്സ് വിഷമിക്കില്ലേ എടുത്തി? ആ അവസ്ഥയിലാ നമ്മുടെ അഭിയും. പാവം, പുറത്ത് പറയാൻ പറ്റാതെ മനസ്സ് വിഷമിപ്പിച്ചോണ്ടിരിക്കുക. അമ്മ, വസുവേട്ടത്തിക്കെതിരെ വേഗം ആക്ഷൻ എടുത്തേ പറ്റൂ. അഭിയേട്ടനെ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് സ്ട്രിക്റ്റ് ആയി പറയണം. എന്തായിരുന്നാലും പൊതുവെ ആണുങ്ങളാ സമ്പാദിക്കുന്നതിന് പേരും പറഞ്ഞ് സ്ത്രീകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. എന്നാ നമ്മുടെ വീട്ടിലാണെങ്കിലോ സ്ത്രീകൾ സമ്പാദിക്കുന്നെന്നും പറഞ്ഞ് ആണുങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇത് കുടുംബത്തിന് നല്ലതാണോ? നിങ്ങൾ ഈ പറയുന്ന കാരണങ്ങളൊന്നും അവർക്കിടയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
വസു അബിയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എന്തോ അവർക്കിടയിൽ നല്ലൊരു വഴക്കുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഏടത്തിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അതിരിക്കട്ടെ, ഏടത്തിയുടെ ഫ്രണ്ട് അമേരിക്കയിൽ നിന്ന് എപ്പോഴാ വരുന്നേ? എന്തിനാ എടുത്തി ചോദിച്ചേ? അല്ല, അവര് വന്നാ സാരി തിരിച്ചു കൊടുക്കണല്ലോ. അതെ എടുത്തി, ഡാമേജ് പറ്റിയ സാരി ഞാൻ എങ്ങനെ കൊടുക്കും? അവൾ അത് ഏത് രീതിയിലൊക്കെ എടുക്കുമെന്ന് എനിക്ക് നല്ല ഭയമുണ്ട്. അതിനുള്ളിൽ വസുവേട്ടത്തേക്ക് 50,000 രൂപ തരാനായില്ലെങ്കിൽ പുതിയ സാരി പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ അമ്മേ. പുതിയ സാരി വാങ്ങിക്കൊടുത്താലും എന്റെ ഫ്രണ്ടിന് അത് നല്ല ഫീൽ ചെയ്യും. അവളുടെ സാരിക്ക് എന്ത് പറ്റിയെന്ന് അവൾ ചോദിക്കും. ആ സാരിയായിട്ട് അവൾക്ക് എന്തോ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്.